പാർലമെന്ററി രംഗത്തേക്കാൾ പാർട്ടി പ്രവർത്തനത്തിലുള്ള പരിചയം മികവുമായാണ് പി.ടി. തോമസ് ലോക്സഭയിലെത്തിയത്. കഴിഞ്ഞ തവണത്തെ പോരാട്ടത്തിൽ പി.ടി. തോമസ് ഇടുക്കി ജില്ലയിലെ ഇടുക്കി മണ്ഡലത്തിൽ നിന്നാണ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് മത്സരിച്ചത്. അവിടെ ഇതിനു മുൻപ് അദ്ദേഹം ഇടുക്കിയിൽ തന്നെയുള്ള തൊടുപുഴയിൽ നിന്ന് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. നിയമസഭയിലേക്ക് പി.ടി. തോമസ് മത്സരിച്ചത് LDF-ൽ അന്നുണ്ടായിരുന്ന കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജുമായാണ്. കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാവ് KM ജോർജിന്റെ മകനാണ് ഫ്രാൻസിസ് ജോർജ്. പി.ടി. തോമസ് കഴിഞ്ഞ തവണ ഫ്രാൻസിസ് ജോർജിനെ 74,796 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. 74,796 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പി.ടി. തോമസ് കഴിഞ്ഞ തവണ ഇടുക്കി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. ഇടുക്കി മണ്ഡലം LDF-ൽ നിന്ന് പിടിച്ചെടുക്കുകയായിരുന്നു പി.ടി. തോമസ്. പി.ടി. തോമസ് ലോക്സഭയിൽ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. നിയമസഭയിൽ മെച്ചപ്പെട്ട പ്രകടനം, മികച്ച പ്രകടനം കാഴ്ചവെച്ച പി.ടി. തോമസ് ലോക്സഭയിൽ എങ്ങനെയായിരുന്നു എന്ന് പരിശോധിക്കാം. ഹാജർ 95%. ചർച്ചകളിൽ പങ്കെടുത്തത് 127 എണ്ണത്തിൽ. 479 ചോദ്യങ്ങളും പി.ടി. തോമസ് ലോക്സഭയിൽ ഉന്നയിച്ചിരിക്കുന്നു. നിയമസഭയിൽ അതുപോലെ തന്നെയുള്ള ഒരു മികച്ച പ്രകടനം അദ്ദേഹം ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അതുപോലെ ഒരു പ്രകടനം അദ്ദേഹം ലോക്സഭയിലും കാഴ്ചവെച്ചു എന്നാണ്. പാർലമെന്റിലെ പ്രവർത്തനങ്ങളിൽ ഞാൻ 100% സംതൃപ്തനാണ്. കാർഷിക വികസന ഫണ്ട് സംബന്ധിച്ച്, പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഭൂമി കൈയേറ്റം സംബന്ധിച്ച്, അതുപോലെ തന്നെ കൊച്ചി പോർട്ട് അടക്കമുള്ള നമ്മുടെ പോർട്ടുകളെ ബാധിക്കുന്ന കബാട്ടോഷ് നിയമ ഭേദഗതിയെ സംബന്ധിച്ച്, നബാർഡിന്റെ റീജിയണൽ ഓഫീസുകൾ രാജ്യവ്യാപകമായി നിർത്തലാക്കിയതുമായി ബന്ധപ്പെട്ട്, പ്രവാസി മലയാളികളുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച്, നേഴ്സുമാരുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച്, വിദ്യാഭ്യാസ ലോൺ സംബന്ധിച്ച്, ക്ഷീരകർഷകരുടെ പ്രശ്നം സംബന്ധിച്ച്, പൊതുമേഖല സ്ഥാപനങ്ങളുടെ നഷ്ടം സംബന്ധിച്ച്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വളരെ ശ്രദ്ധേയമായ ഒരുപിടി ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 9 സ്വകാര്യ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിലൊരു സ്വകാര്യ ബില്ല് കേന്ദ്ര ഗവൺമെന്റ് ഔദ്യോഗിക ബില്ലായി അംഗീകരിച്ചു എന്നുള്ളത് ഈ പാർലമെന്റ് സമ്മേളനത്തിൽ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് മെമ്പറുടെ ബില്ല് ഔദ്യോഗിക ബില്ലായി അംഗീകരിച്ചതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു വലിയൊരു ക്രെഡിറ്റ് കൂടി എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവന്റെ കൃതികൾ ഇന്ത്യയിലെ 20 ഭാഷകളിലേക്ക് തർജ്ജിമ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം പാർലമെന്റിൽ ഉന്നയിക്കാനും അത് പ്രധാനമന്ത്രി അംഗീകരിക്കുകയും അതിൻ്റെ 4 പുസ്തകങ്ങൾ കന്നഡ, തെലുങ്ക്, തമിഴ്, ഇംഗ്ലീഷ് 4 പുസ്തകങ്ങൾ ഇതിനകം പുറത്തു വരികയും വന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് എൻ്റെ പാർലമെന്റ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണത്. ഞാൻ MP അയച്ചെന്ന ആദ്യ ദിവസം, പാർലമെന്റിന്റെ ആദ്യ ദിവസം, പാർലമെന്റ് 35 മിനിറ്റോളം പാർലമെന്റ് സ്തംഭിച്ചത് ഞാൻ മുല്ലപ്പെരിയാർ പ്രശ്നം അവതരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. ആ മുല്ലപ്പെരിയാർ പ്രശ്നം ഒരു ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരാനും അത്രമാത്രം വലിയൊരു പ്രാധാന്യം കൊടുക്കാനും ആ ഇടപെടൽ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാര്യത്തിൽ പി.ടി. തോമസ് എടുത്ത നിലപാടാണ് രാഷ്ട്രീയമായി MP-യെ കൂടുതൽ ശ്രദ്ധേയനാക്കിയത്. വോട്ട് രാഷ്ട്രീയത്തിന് വഴങ്ങാതെയായിരുന്നു പി.ടി. തോമസ് ധീരമായ നിലപാടെടുത്തത്. എന്റെ കോലം കത്തിക്കുന്നു, ശവഘോഷയാത്ര നടത്തുന്നു. ഇടുക്കി ബിഷപ്പ് എന്റെ ശവഘോഷയാത്ര ആഘോഷിക്കും. കർഷകരെ വിശ്വാസത്തിലെടുത്തും കർഷക താല്പര്യം സംരക്ഷിച്ചും അവർക്ക് ഹാനികരമല്ലാത്ത രീതിയിലും പരിസ്ഥിതി സംരക്ഷിക്കണമെന്ന നിലപാടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആ നിലപാടാണ് അന്നും ഇന്നും എനിക്കുള്ളത്. പക്ഷെ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ഉടൻ ഞാൻ കട്ടപ്പനയിൽ അത് സംബന്ധിച്ച് ചർച്ച വെച്ചു. പത്രത്തിലൊക്കെ കൊടുത്താണ് 500ഓളം ആളുകൾ പങ്കെടുത്തു, പഞ്ചായത്ത് പ്രസിഡന്റുമാരടക്കം. ഈ ചർച്ച അട്ടിമറിക്കാൻ ബോധപൂർവമായ ഒരു ശ്രമം നടന്നു. അതിനെ തുടർന്ന് എനിക്കെതിരെ നടക്കുന്നൊരു ഗൂഢാലോചനയാണ് ഇപ്പോൾ ഈ കാണുന്ന സമര കോലാഹലങ്ങളൊക്കെ. എനിക്ക് ഏതെങ്കിലും പരിചയക്കാരുണ്ട്, ഞാൻ ആരുടെയും സുഹൃത്തിൻ്റെ വീട്ടിൽ പോകുന്നു ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ബിസിനസ്സൊക്കെ എൻ്റേതാണെന്ന് പറയുക. എനിക്ക് ഒരു അഭിമന്യ വൈദികൻ പോലും ഫേസ്ബുക്കിലിട്ടു, എനിക്ക് തേനിയിൽ ഇന്റർനാഷണൽ ഹോട്ടൽ ഉണ്ട്. നിങ്ങളൊരു മാധ്യമപ്രവർത്തനാണല്ലോ, തേനി ഇന്റർനാഷണൽ ഹോട്ടൽ ആരുടെയാണെന്ന് ഒന്ന് കണ്ടുപിടിച്ച് ആ സത്യം ഒന്ന് പുറത്തുവിടണ്ടേ? അതുപോലെ തന്നെ ഏതോ പരിശോധന നടത്തിയപ്പോഴും കണ്ട് കസ്തൂരി രംഗനെല്ലാം കണ്ട് വാഗവൺ വില്ലേജ് ഇല്ലാതെ പോയി. വാഗവൺ വില്ലേജ് പി.ടി. തോമസിന് എസ്റ്റേറ്റ് ഉള്ളതായിട്ടുള്ളതാണ്. പാറപട എത്ര മ്ലേച്ഛകരമായ പ്രചരണം അവർ നടത്തുന്നത്. ഒരു പൊതുപ്രവർത്തന നിലയിൽ എന്നോട്
ശുദ്ധ അനീതിയാണ് ഈ കൂട്ടർ കാണിച്ചിട്ടുള്ളത്. അതിന് അവർക്ക് കാലം മറുപടി നൽകിക്കൊള്ളൂ. ഞാൻ പലപ്പോഴും ആവർത്തിച്ചു വന്നു, ഒരു കൃഷിക്കാരന് 1 ഇഞ്ച് ഭൂമി നഷ്ടപ്പെടുന്നതോ, ഒരു കൃഷിക്കാരനെ കുടിയിറക്കുന്നതോ, കർഷകൻ ഇന്നലെ വരെ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം നാളെ ചെയ്യാൻ പറ്റാത്തതെന്ന ഏത് കാര്യം ഉണ്ടെങ്കിലും അതിൻ്റെ മുമ്പിൽ ആത്മഹൂതിക്ക് തയ്യാറാണ് MP എന്ന് ഞാൻ പറഞ്ഞു. ആത്മവിശ്വാസത്തോടെ പറയാൻ പറ്റും, ഞാൻ വീണ്ടും ഇടുക്കി മത്സരിക്കും. അതല്ലെങ്കിൽ പാർട്ടി പറയണം. കാരണം ഞാൻ ഇതൊക്കെ പറയുമ്പോഴും എന്നിട്ടാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ പാർട്ടി എന്നോട് ആവശ്യപ്പെട്ടാൽ ഇടുക്കി തന്നെ മത്സരിക്കും. PT തോമസ് ഇടുക്കിക്കാരോട് തെരഞ്ഞെടുപ്പിന് മുൻപ് എന്തൊക്കെ പറഞ്ഞു, പറഞ്ഞതിൽ എന്തൊക്കെ ചെയ്തു? പരിശോധിക്കാം MP-യുടെ വാഗ്ദാനങ്ങൾ. യഥാർത്ഥത്തിൽ എൻ്റേതായ ഒരു പ്രകടനപത്രം ഞാൻ മുന്നോട്ട് വെച്ചിരുന്നില്ല. ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യം, ജില്ലയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞ പ്രകടനപത്രമുണ്ട്, ഉദാഹരണത്തിന് തൊഴിലുറപ്പ്. അതിന് വേണ്ടി ഞാൻ എല്ലാ 6 മാസം കൂടുമ്പോഴും യോഗം വിളിച്ചു കൂട്ടുകയും അതിൻ്റെ വിലയിരുത്തൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇടുക്കിയിൽ ഓരോ വർഷവും ശരാശരി 100 കോടിയിലധികം രൂപ, ഏകദേശം 100 കോടി രൂപ തൊഴിലുറപ്പിൽ ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇടുക്കിയിലെ ഗതാഗത കാര്യങ്ങളെ പറ്റിയാണ് പൊതുവായി ഞാൻ സംസാരിച്ചിടത്തൊക്കെ പറഞ്ഞിരുന്നു. അതിൽ MP ഫണ്ട് നല്ല നിലയിൽ ചെലവഴിച്ചിട്ടുണ്ട്. 2 നബാർഡിൻ്റെ ഒരു വലിയ ഒരു നേട്ടം, നബാർഡിൻ്റെ ഏകദേശം റോഡുകൾക്ക് വേണ്ടി മാത്രം ഏകദേശം 50 കോടി രൂപ കിട്ടിയിട്ടുണ്ട്. ഇപ്പം കരിമ്പൻ പാലം, അത് സംസ്ഥാന ഗവൺമെൻറ് വിഹിതം എന്ന് പറയുന്നത് 15%, 20% താഴെയുള്ളൂ. പിന്നെ ഏകദേശം 76 കോടി രൂപയുടെ വാട്ടർ സപ്ലൈ സ്കീം, ഇതെല്ലാം കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ്. നേരത്തെ കൊണ്ടുവന്നത് 76 കോടി രൂപയുടെ വാട്ടർ സപ്ലൈ സ്കീം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസമ്പർക്ക പരിപാടി നടത്തിയ MP ഞാനാണ്. അതുവഴി ജനങ്ങളുടെ ഒരുപിടി പ്രശ്നങ്ങൾക്ക്, അത് കേന്ദ്ര ഗവൺമെൻറ്റിനെ ബന്ധപ്പെടുന്ന കാര്യങ്ങൾ മാത്രമല്ല, സാധാരണക്കാരുടെ പ്രശ്നത്തിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ജനസമ്പർക്ക പരിപാടി ആ ഏരിയയിലെ ഒത്തിരി കാര്യങ്ങൾക്ക് പരിഹാരമാണ്. എന്നാൽ എല്ലാ കാര്യവും പരിഹരിച്ചു എന്നുള്ളൊരു അവകാശം അതിനെ സംബന്ധിച്ച്. രാഷ്ട്രീയത്തെക്കാൾ വികസന പ്രശ്നങ്ങളാണ് ഇടുക്കി മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രധാനമായി ഉയർന്നു വരിക. MP-യെയും MLA-മാരെയും വികസനത്തിന്റെ പ്രതിനിധികളായി കാണുന്ന ഇടുക്കിയിൽ PT തോമസ് എന്തു ചെയ്തു എന്ന് നോക്കാം. MP-യുടെ മണ്ഡലത്തിൽ MP ഫണ്ട് വിനിയോഗത്തിന്റെ കണക്കുകൾ നോക്കാം. ഈ 5 വർഷത്തിനിടെ PT തോമസ് ആവശ്യപ്പെട്ടത് 25.87 കോടി രൂപ. ഈ 25.87 കോടി രൂപയിൽ അനുവദിച്ചു കിട്ടിയത് പക്ഷേ 18.08 കോടി രൂപ മാത്രമാണ്. അതിൽ തന്നെ PT തോമസിന് അനുവദിച്ച് കയ്യിൽ കിട്ടിയത്, ലഭിച്ചത് 15.34 കോടി രൂപ. ഇതിൽ അദ്ദേഹം 99% ചെലവഴിച്ചിരിക്കുന്നു. ഇതും PT തോമസിനെ സംബന്ധിച്ചിടത്തോളം MP ഫണ്ട് വിനിയോഗത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു അഭിമാനിക്കാവുന്ന നേട്ടം തന്നെയാണ്. 99% അദ്ദേഹം ചെലവഴിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കുരുമുളക് കൃഷി പുനരുദ്ധാരണത്തിന് വേണ്ടി ഏകദേശം 30ഓളം പുതിയ ഓഫീസുകൾ വിവിധ പഞ്ചായത്തുകൾ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 20 ഗവൺമെൻറ് ഹൈസ്കൂളുകൾ, ഗവൺമെൻറ് UP സ്കൂളുകൾ ഹൈസ്കൂളുകളാക്കി ഉയർത്താനും ഓരോ സ്കൂളിനും 58 ലക്ഷം രൂപ വീതം അനുവദിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ വലിയ ഒരു ഗോഡൗൺ, ഏകദേശം 5.5 കോടി രൂപ മുടക്കി ഒരു ഗോഡൗൺ അത് പണി തീർത്ത് ഉദ്ഘാടനം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അറക്കുളത്ത്. ഏലത്തിൻ്റെ ലേലം, കാപ്പിയുടെ പഴയ ലേലം നൽകുന്നത് പോലെ ഏലത്തിൻ്റെ ലേലം നിർത്തിവെക്കാൻ സ്പൈസസ് ബോർഡിനെ കൊണ്ട് തീരുമാനം എടുപ്പിച്ചിട്ടുണ്ട്. വൈദ്യുതീകരണം, വൈദ്യുതി എത്താത്ത ഗ്രാമീണ മേഖലയിൽ രാജീവ് ഗാന്ധി വൈദ്യുതീകരണ പദ്ധതി എന്ന കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി, അത് മുഴുവൻ തന്നെ നടപ്പാക്കാൻ കഴിഞ്ഞു. എക്സ് സർവീസ്മാൻമാർക്ക് വേണ്ടി 2 ഹോസ്പിറ്റലുകൾ, കൊച്ചി മധുര ദേശീയപാതയിൽ 110 കോടി രൂപയിലധികം രൂപയുടെ വികസനം ഈ വർഷം എനിക്ക് 5 വർഷത്തിനകം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇടുക്കി പാക്കേജിൽ ഒന്നും നടന്നില്ല എന്നൊരു കള്ളപ്രചരണം നടത്തുന്നുണ്ട്. ആ കള്ളപ്രചരണം ശുദ്ധ അസംബന്ധവും അടിസ്ഥാനരഹിതവുമാണ്. ഇടുക്കി പാക്കേജ് യഥാർത്ഥത്തിൽ LDF ഗവൺമെൻറ് കാലത്ത് ആണ് അത് തുടക്കം കുറിച്ചത്. എന്നാൽ LDF ഗവൺമെൻറ് ഏകദേശം 3 വർഷക്കാലം ആ പാക്കേജിൽ ആകെ 5 കോടി രൂപയെ താഴെ ചെലവഴിച്ചിരുന്നുള്ളൂ. ഏകദേശം 756 കോടി രൂപ ടോട്ടൽ മുതൽ മുടക്കുള്ള അല്ലെങ്കിൽ അടങ്കൽ പദ്ധതിയുള്ള ആ ഇടുക്കി പാക്കേജിൽ 240 കോടിയോളമാണ് റിലീസ് ചെയ്തത്. അതിൽ ഏകദേശം 150 കോടിക്ക് അടുത്തിപ്പോൾ ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേർക്കുനേർ ഏറ്റുമുട്ടിയവർ ഇന്ന് ഒരേ മുന്നണിയിലാണ്. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഏതെങ്കിലും ഒരു മതനേതാവിനെ കണ്ട ഒരു സ്ഥാനാർത്ഥിത്വം കിട്ടാൻ വേണ്ടി യാതൊരു പ്രവർത്തനവും നടത്തിയിട്ടില്ല. സ്ഥാനാർത്ഥിയായി എൻ്റെ പാർട്ടിയും എൻ്റെ മുന്നണിയും എന്നെ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ വോട്ടുള്ള മതനേതാക്കന്മാരെയും അതുമായി ബന്ധപ്പെട്ടവരെയും
വോട്ട് സ്വാധീനിക്കാൻ കഴിയുന്നവരെയും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ കാണും. ഞാൻ ഇടതുമുന്നണിയോടൊപ്പമേ നിൽക്കും. ഞാൻ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വിജയിച്ചു വന്നു കഴിയുമ്പോൾ ഞാൻ ഇടതുമുന്നണിയുടെ നയങ്ങളും പരിപാടികളുടെയും അടിസ്ഥാനത്തിൽ ഇടതുമുന്നണിയോടൊപ്പം ഉറച്ചു നിൽക്കും. യാതൊരു സംശയ കാര്യത്തിലില്ല. എപ്പോഴെങ്കിലും മതത്തെ എന്റെ രാഷ്ട്രീയവുമായി കൂട്ടിയിണക്കേണ്ടി വന്നാൽ അന്ന് രാഷ്ട്രീയ പ്രവർത്തനം ഉപേക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. അതാണ് എന്റെ നിലപാട്. തുടർച്ചയായി 2 തവണ ഇടുക്കിയിൽ ജയിച്ച ഫ്രാൻസിസ് ജോർജും PT തോമസും തമ്മിലായിരുന്നു 2009 പോരാട്ടം. അന്ന് നിയമസഭ തിരിച്ച് നമുക്കുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കാം. ആകെയുള്ള 7 നിയമസഭാ മണ്ഡലങ്ങൾ, ഇടുക്കി മണ്ഡലത്തിലുണ്ടായിരുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിലും UDF വ്യക്തമായ മുന്നേറ്റം നടത്തിയാണ് PT തോമസ് വിജയിച്ചത്. മൂവാറ്റുപുഴ, കോതമംഗലം, ദേവികുളം, ഉടുമ്പൻചോല, തൊടുപുഴ, ഇടുക്കി, പീരുമേട്. ഇതിൽ പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേവികുളം, ഉടുമ്പൻചോല, പീരുമേട് മണ്ഡലങ്ങളിൽ വിജയിക്കാൻ കഴിഞ്ഞുവെങ്കിലും ബാക്കിയുള്ള 4ഇടത്തും UDF തന്നെയാണ് പിന്നീട് നിയമസഭയിലും വിജയിച്ചത്. ഇങ്ങനെ വ്യക്തമായ ഭൂരിപക്ഷം നേടിയാണ് കഴിഞ്ഞ തവണ PT തോമസ് അവിടെ ഫ്രാൻസിസ് ജോർജിനെ പരാജയപ്പെടുത്തിയത്. SMS-ൽ വോട്ട് ചെയ്യേണ്ടത് ഓരോ MPക്കുമുള്ള ഇംഗ്ലീഷ് അക്ഷരത്തിലെ കോഡ് ഉപയോഗിച്ചാണ്. PT തോമസ് ഇടുക്കി H. SMS വോട്ടിന് MP എന്ന് ടൈപ്പ് ചെയ്ത് സ്പേസ് ഇട്ട ശേഷം നിങ്ങൾ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന MPയുടെ കോഡ് ടൈപ്പ് ചെയ്യുക. SMS ചെയ്യേണ്ട നമ്പർ 56776. ഓൺലൈനിൽ വോട്ട് ചെയ്യാൻ manoramanews.com/MP സന്ദർശിക്കുക.